കാണിക്കുന്നത് ഒരു ഹെൽത്തി റെസിപ്പിയാണ്, ഷേക്ക്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഷേക്ക് റെഡിയാക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഷേക്കാണ്. അപ്പോൾ 2 തരം ഷേക്ക് ഞാൻ ഇവിടെ കാണിക്കാം. 1 മിൽക്ക് ഷേക്ക്, 2 ബനാന ഷേക്ക്. ആദ്യം തന്നെ നമുക്ക് മിൽക്ക് ഷേക്ക് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ഡേറ്റ്സ്, കാഷ്യൂ നട്ട്സ്, പീനട്ട്സ്, പിന്നെ കുറച്ച് ബദാമും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഡേറ്റ്സ് 4 എണ്ണം, ഞാനിവിടെ ഡേറ്റ്സ് കുരുവൊക്കെ കളഞ്ഞാണ് എടുത്തു വെച്ചത്. അപ്പോൾ ഡേറ്റ്സ് 4 എണ്ണം, കാഷ്യൂ നട്ട്സ് 10 എണ്ണം, പീനട്ട് നമ്മുടെ കപ്പലണ്ടി 2 ടേബിൾ സ്പൂൺ, പിന്നെ 10 ബദാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നല്ല തണുത്ത പാൽ കൂടി നമുക്ക് ചേർക്കാം. ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൂടുതൽ തണുപ്പ് ആർക്കും അധികം ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ പാല് ഞാൻ വെറുതെ തണുപ്പിച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് വേറെ സമയത്തൊക്കെ കഴിക്കണമെങ്കിൽ പാല് വേണമെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് ഐസ് ആക്കിയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ബൂസ്റ്റോ ബോൺവിറ്റയോ നമുക്ക് ചേർക്കാം. അപ്പോൾ ബൂസ്റ്റിൻ്റെ സാഷയാണ് ഞാൻ എടുത്ത് വെച്ചേക്കണത്. അപ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലോണം അരഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിതിൽ 1/2 ഗ്ലാസ് പാലാണ് നമ്മൾ ചേർത്തത്. ഇനി ബാക്കിയുള്ള പാൽ, ഒരു കപ്പിലേക്ക് വേണ്ട ബാക്കിയുള്ള പാൽ കൂടി നമുക്ക് ചേർത്ത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ഇതിൽ മധുരം നല്ലോണം ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ ചേർത്ത ഡേറ്റ്സ് നമ്മൾ ചേർത്തു, അതിൽ ആവശ്യത്തിന് മധുരം ഉണ്ട്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ 1 ടീസ്പൂൺ ഷുഗർ കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ട് നമുക്കിനി ഒരു ഷേക്കിൻ്റെ ഒരു കപ്പിലേക്ക് നമുക്കിനി ഇത് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുകൂടെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി. ഇനി അടുത്തത് നമുക്ക് ബനാന ഷേക്ക് റെഡിയാക്കാം. ഇപ്പം 2 ബനാന ഉണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു ഷേക്കിലേക്ക്, ഒരു കപ്പിലേക്ക് 1 ബനാനയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 1 ബനാന ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഡേറ്റ്സ് 3 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ, കാഷ്യൂ നട്ട്സ് 10 എണ്ണം, പീനട്ട് 2 ടേബിൾ സ്പൂൺ, ബദാം 10 എണ്ണം, 1/2 ഗ്ലാസ് തണുത്ത പാലും, പിന്നെ ഒരു ചെറിയ പാക്കറ്റ് ബൂസ്റ്റ് കൂടി നമുക്ക് ചേർത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. ഇത് നല്ലോണം ബ്ലെൻഡാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കുറച്ച് പാലുകൂടി, തണുത്ത പാലുകൂടി ബാക്കി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി നമുക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ബനാന ഷേക്കും റെഡിയായി. ഇനി ഈ 2 ഷേക്കും കൂടി നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ബൂസ്റ്റ് കൂടി ചേർക്കാം. ഇപ്പോൾ ബനാന ഷേക്കും മിൽക്ക് ഷേക്കും ഇവിടെ റെഡി. അപ്പോൾ ഇന്നുണ്ടാക്കിയ ബനാന മിൽക്ക് ഷേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നത്. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ടൈം ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാം. കുട്ടികൾക്കായാലും വലിയവർക്കായാലും കഴിക്കാൻ വളരെ നല്ലതാണ്. കുറേ നേരം ഇത് കഴിച്ചാലേ വിശക്കാണ്ടൊക്കെ ഇരിക്കും. നല്ല ഹെവിയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്ത് ഇത് കഴിപ്പിച്ച് വിടാൻ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം, കഴിക്കണം. പിന്നെ നമ്മളുടെ വീഡിയോസ്, എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം, പിന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.